ഇപ്പോൾ ഈ കാണിക്കുന്ന 20 ദിവസം ചാർജ് നിൽക്കുന്ന ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അതിൽ പലരും ആവശ്യപ്പെട്ടത് പ്രകാരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സാധാരണ ഹെഡ്സെറ്റാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത ഹെഡ്ഫോണുകൾ വാങ്ങി പെട്ടെന്ന് കേടാകുന്നത് കൊണ്ടും പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ടുമെല്ലാം ഹെഡ്ഫോണുകൾ മാറ്റി മടുത്തവർക്ക് ലൈഫ് ടൈം വാറണ്ടി ഉള്ളതും കിടിലൻ പെർഫോമൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് KDM എന്ന ബ്രാൻഡിൻ്റെ ലൈഫ് ടൈം വാറണ്ടിയുള്ള M10 എന്ന മോഡൽ നമ്പറിലുള്ള സ്റ്റീരിയോ ഇയർഫോണാണ്. നല്ല ക്വാളിറ്റിയും കിടിലൻ പെർഫോമൻസുമുള്ള ഈ ഇയർഫോണിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വിധേയമായിട്ടായിരിക്കും ഇതിൻ്റെ ലൈഫ് ടൈം വാറണ്ടി കിട്ടുക എന്നിവിടെ സ്റ്റാർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നല്ല സൂപ്പർ പവർഫുൾ ബേസ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ കരുതിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റീരിയോ എഫക്റ്റും ബേസും ട്രബിളും എല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന രീതിയിലാണ് കമ്പനി ഈ ഇയർഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ ബോക്സിൽ കമ്പനി എഴുതിയിരിക്കുന്ന വില 499 രൂപയാണ്. എന്നാൽ അതിലേറെയൊക്കെ വളരെ വില കുറച്ച് നമുക്കിത് കടകളിലും ഓൺലൈൻ സ്റ്റോറുകളിലും എല്ലാം ഇപ്പോൾ ലഭ്യമാണ്. ഇനി നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഹെഡ്ഫോൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കവർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, വളരെ മനോഹരമായ ഒരു ഇയർഫോൺ തന്നെയാണിത്. ഇതിൻ്റെ കേബിൾ കാണുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാവുന്നതാണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ കേബിൾ ആണെങ്കിൽ പോലും നല്ല ബലം ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൻ്റെ കാര്യവും. നമ്മൾ കവറൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളാണെങ്കിൽ അതിൻ്റെ തടവൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ജാക്കിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പിന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ എല്ലാ ഹെഡ്ഫോണിലും ഉള്ളതുപോലെ തന്നെ ഇയർ പീസിനടുത്തായിട്ട് കോൾ എടുക്കുന്നതിനും ഡിസ്കണക്ട് ചെയ്യുന്നതിനുമുള്ള ബട്ടണും അതിൻ്റെ മറുവശത്തായിട്ട് മൈക്കും അതിൽ തന്നെ KDMൻ്റെ ഒരു ബ്രാൻഡിങ്ങും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടണാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറ് അകത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമെല്ലാം നിലവാരം കുറഞ്ഞ ഹെഡ്ഫോണുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇയർ പീസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി സൗണ്ടും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ലൈഫ് ടൈം വാറണ്ടിയുടെ കാര്യമാണ്. അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, മുകളിൽ എഴുതിയിരിക്കുന്നു. ഒരു ഇയർഫോണിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 1 ഇയർ ആയിട്ടാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. അതിനിടയിൽ കേടായി കഴിഞ്ഞാൽ മാറ്റിത്തരും എന്നാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നിലവാരമുള്ള ഏതൊരു കമ്പനിയുടെ ഹെഡ്സെറ്റ് ആണെങ്കിലും ഏകദേശം 1 വർഷവും അതിൽ കൂടുതലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയും. എങ്കിലും ഇവരുടെ ഒരു വർക്കിംഗ് പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണിച്ച M10 എന്ന മോഡലിൻ്റെ അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇവരുടെ തന്നെ M8 എന്ന മോഡൽ. ഇതും നല്ല വർക്കിങ്ങും നല്ല പെർഫോമൻസും ഒക്കെ തന്നെയാണ്, ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ ഇതിൽ ലൈഫ് ടൈം വാറണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, നമ്മൾ M10ൻ്റെ ആ മോഡലിൽ കണ്ട അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കേബിളുകളും പിന്നുമൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. ഇതിൻ്റെ ഇയർ പീസുകളുടെ ഷേപ്പിനും ഇതിൻ്റെ ബട്ടൺ വരുന്ന ഭാഗത്തിനുമെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ വലത് കൈയിലിരിക്കുന്നത് M10 എന്ന മോഡലും ഇടത് കൈയിലിരിക്കുന്നത് M8 എന്ന മോഡലുമാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ വർക്കിങ്ങിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും വില വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ M10 ആണ് വില കൂടുതലായിട്ടുള്ളത്. രണ്ടും പെർഫോമൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച KDMൻ്റെ M8 എന്ന അതേ മോഡൽ തന്നെ വേറെ കമ്പനികളും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഈ K8 എന്ന മോഡൽ ഇതേ സെയിം ഹെഡ്സെറ്റ് തന്നെയാണ്. അത് വേറെ ക്രിയോ എന്നൊരു ബ്രാൻഡാണ് ഇറക്കുന്നത്. അതും നല്ല വർക്കിംഗ് തന്നെയാണ് ഉള്ളത്. ഇതുപോലെ നല്ല പെർഫോമൻസ് ഉള്ള നിരവധി ബ്രാൻഡുകളുടെ ഹെഡ്ഫോണുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ പലതരം ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകളും ഫോണിലും ക്യാമറയിലുമെല്ലാം വീഡിയോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മൈക്കുകളുമെല്ലാം തന്നെ ഇപ്പോൾ കൊറിയറിൽ ലഭ്യമാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്